ഹായ് ഫ്രണ്ട്സ്, A2Z Fari's വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല ചീസി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്, പിസ്സ കട്ട്ലേറ്റ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓർഗാനോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം 1/2 kg പൊട്ടാറ്റോ എടുത്ത് വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓർഗാനോ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെയാണ് സവാളയും ക്യാപ്സിക്കും ഇടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 സവാളയും 1/4 കപ്പ് ക്യാപ്സിക്കും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് ഇത് ചിക്കനിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എണ്ണ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എണ്ണ കുറച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി ആ ചിക്കനിൽ തന്നെ ഈ സവാളയും ക്യാപ്സിക്കും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ സവാളയും ക്യാപ്സിക്കൊന്നും ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ചിക്കനിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഓർഗാനോ, 1 ടീസ്പൂണ് സോയാ സോസും കൂടി നമുക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓർഗാനോ ഇടുമ്പോൾ ഇതിൻ്റെ നല്ല ശരിക്കുള്ള ഫ്ലേവർ കിട്ടുക. ഇനി ഇതിലേക്ക് പിസ്സ സോസാണ് ചേർക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഓർഗാനോയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മസാലയിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൊസറല്ല ചീസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം. മൊസറല്ല ചീസ് ഇപ്പോൾ ഇതിൽ ചെയ്ത പോലെ തന്നെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് അതിലിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ കുഴച്ച് മാറ്റി വെച്ചാൽ നമ്മൾ ഈ പൊട്ടാറ്റോ എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ തടവിയിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി ഇത് പരത്തിയെടുത്തതിന് ശേഷം ഈ ഫില്ലിങ് ഇതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റൗണ്ട് രൂപത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾ മസാല ആക്കുന്ന സമയത്ത് ചീസ് ചേർത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ മസാല മാത്രം ആക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഫസ്റ്റ് ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മേലെ ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട്ലേറ്റ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ മസാലയിൽ തന്നെ ചീസ് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ മസാല ഉണ്ടാക്കിയതിന് ശേഷം ചീസ് ഇടാതെ ഇതുപോലെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചീസ് ഇട്ടെടുത്താലും മതി.
അപ്പോൾ ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് ചീസ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നിയത് എനിക്ക് മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ ചീസ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് മുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിനു വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മുട്ടയും 1/4 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്. നമുക്ക് എരിവ് ആവശ്യത്തിന് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കാം. ഈ ബാറ്ററിൽ നമുക്ക് കോൺഫ്ലവർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് പൊട്ടാതെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്കിനി ഓരോ പിസ്സ കട്ട്ലേറ്റ് എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് എല്ലാ കട്ട്ലേറ്റ് ഇതുപോലെ ആക്കിയെടുക്കാം. അങ്ങനെ എല്ലാ പിസ്സ കട്ട്ലേറ്റും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം സ്റ്റീമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ചിക്കൻ കട്ട്ലേറ്റും ബീഫ് കട്ട്ലേറ്റും എല്ലാം ഉണ്ടാക്കുന്നതിന് പകരം ഒരു വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലേറ്റാണ് പിസ്സ കട്ട്ലേറ്റ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്കിനി എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിൽ നിന്ന് ഒന്നെടുത്ത് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നല്ല ചീസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.